ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മേഖലയിലെ IT അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള അത്യാവശ്യം നിയമനങ്ങൾ നടന്ന ഏതാണ്ട് 500-ലധികം നിയമനങ്ങൾ നടന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനും ഒപ്പം തന്നെ എക്സാമിനേഷൻ നമുക്ക് 2026 പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തിക വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ് നിങ്ങൾക്ക് നൽകാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു തസ്തികയെ സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച ധാരാളം സംശയങ്ങൾ ഉയർന്നു വരികയുണ്ടായിരുന്നു. അതായത് ഇതിനു മുമ്പ് ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അന്ന് ഈ ഒരു പോസ്റ്റിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് കേരള PSC നിർണ്ണയിച്ചിരുന്നത് SSLC പാസ്സായ ശേഷം നേടിയിരിക്കുന്ന NDC സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അന്ന് ഇതിൽ ഉയർന്ന യോഗ്യതയുള്ള ഡിപ്ലോമ ഉദ്യോഗാർത്ഥികളും ബിടെക് ഉദ്യോഗാർത്ഥികളും ഒക്കെ ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യുകയും അതിന്റെ പേരിൽ പിന്നീട് ധാരാളം ഒറിജിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു തർക്കം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ട്. കേരള PSC ഈ ഒരു ബൈ ട്രാൻസ്ഫർ വഴി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയുണ്ടായി. ബൈ ട്രാൻസ്ഫർ വഴി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ അവരവരുടെ നോട്ടിഫിക്കേഷനിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെ SSLCക്ക് ശേഷമുള്ള NDC തന്നെയാണ് യോഗ്യത. ഒപ്പം തന്നെ മറ്റൊരു യോഗ്യത കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സർട്ടിഫിക്കറ്റിന് മുകളിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് ഈ ഒരു ഡിപ്ലോമയും ഒപ്പം തന്നെ ബിടെക്കിനെയും അല്ലെങ്കിൽ എംടെക്കിനെയും കൺസിഡർ ചെയ്യും എന്നൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു ഉത്തരവ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസ്ഥ കൂടി, ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത കൂടി ഇവിടെ വെക്കുന്നത് കൊണ്ട് ഇനിയും നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഹയർ വെച്ച് അപ്ലൈ ചെയ്യുന്നതിന് നിയമപരമായ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു മാനദണ്ഡം നിലവിൽ നിൽക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷന് ശേഷം വന്ന ഒരു ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ PSC ഇങ്ങനൊരു മോഡിഫിക്കേഷൻ വരുത്തിയെന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു എന്നിരിക്കട്ടെ, അതായത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ യോഗ്യത ഇത്തരത്തിലാണ് വെക്കുന്നതെങ്കിൽ, അതായത് NDCക്ക് ശേഷം കൊടുത്തിട്ട് അവിടെ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഒരു ക്രൈറ്റീരിയ കൂടി ഇവിടെ വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഈ ഒരു പോസ്റ്റിന് നിയമപരമായി തന്നെ അപേക്ഷിക്കുന്നതിനും ഇതിനുശേഷമുള്ള ഡെഡ് ലോക്കുകൾ ഒഴിവാക്കുന്നതിനും കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക, PSC ഇതൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാം. ഈ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും എക്സാമിനേഷൻ 2026 ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അത്യാവശ്യം നിയമനങ്ങൾ ലഭിക്കുന്ന ഒരു പോസ്റ്റിന് വേണ്ടി തീർച്ചയായിട്ടും തയ്യാറെടുപ്പുകൾ തുടങ്ങുക. അതിപ്പോൾ നിങ്ങളുടെ യോഗ്യത എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങൾക്ക് മെക്കാനിക്കൽ മേഖലയിലും ഇലക്ട്രിക്കൽ മേഖലയിലും അടിസ്ഥാന യോഗ്യതയായ ITയോ അതിന് മുകളിലോട്ടുള്ള ഡിപ്ലോമയോ അല്ലെന്നുണ്ടെങ്കിൽ ബിടെക്കോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നോട്ടിഫിക്കേഷൻ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് ഈ ഒരു പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ പ്രകാരം 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് സാധാരണയുള്ള ഡയറക്ട് റിക്രൂട്ട്മെന്റ് പ്രായപരിധി. ഇതിൽ OBC SC ST വിഭാഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള വയസ്സിളവ് ലഭിക്കും. OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC ST വിഭാഗങ്ങൾക്ക് 5 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. ഇനി ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനത്തെ പറ്റിയുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ എക്സാമിനേഷനുകൾക്ക് തയ്യാറെടുപ്പുകൾ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ് തുടങ്ങേണ്ട ഒന്നല്ല, നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതാണ്. കാരണം വളരെ പെട്ടെന്ന് PSC വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ടെക്നിക്കൽ PSC എക്സാമിനേഷനുകളുടെ കാര്യങ്ങളിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരികയും പെട്ടെന്ന് തന്നെ സിലബസും ഒപ്പം തന്നെ എക്സാം ഡേറ്റും കൺഫർമേഷനും വരുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതുപോലെ എക്സാമിനേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 3-4 മാസം മാത്രമാണ് ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രിപ്പയർ ചെയ്യാനായി ലഭിക്കുന്നത്. ആ ഒരു പ്രശ്നം പലപ്പോഴും കൃത്യമായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്തുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സമാകുന്നു. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമി ഓപ്പറേറ്ററിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയത്ത് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ദൂരീകരിക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ പഠനത്തെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നതിനായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുവാനുള്ള ഓപ്ഷൻ, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് മൊഡ്യൂൾ ബേസിലും വീക്ക്ലി ബേസിസിലും ചാപ്റ്റർ ബേസിലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സാണ് നമ്മൾ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റർ എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഒരു നല്ല ചോയ്സ് ആയിരിക്കും ഈ ഒരു കോഴ്സ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനങ്ങൾ തുടങ്ങുക. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഒരു നല്ല സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. Goodbye.